സോംബി ഔട്ട്ബ്രേക്ക് കൈൻഡ് ഓഫ് സംഭവങ്ങൾ സിനിമയാവുന്നത് കാണാൻ താല്പര്യമുള്ള ഓഡിയൻസിന് വേണ്ടി ഒരു തായ് മൂവി ഇറങ്ങിയിട്ടുണ്ട്. ഒരു സോംബി ഹൊറർ എന്ന് പറയുന്ന ആ ഒരു ജേണറിൽ വരുന്ന ഒരു മൂവിയാണ് സിയാം എന്ന് പറയുന്ന നെറ്റ്ഫ്ലിക്സിൽ റീസെന്റ് ആയിട്ട് റിലീസായിട്ടുള്ള ഈ ഒരു മൂവി. സോ ഒരു സോംബി ഔട്ട്ബ്രേക്കിന്റെ കഥ തന്നെയാണ് ഈ ഒരു സിനിമ പറയുന്നത്. ഒരു ഹോസ്പിറ്റലിലാണ് കൂടുതലും ഈ ഒരു സിനിമയുടെ കഥ നടക്കുന്നത്. സോ ആ ഒരു കഥയിൽ ഈ ഒരു നായകൻ ഒരു എക്സ് പ്രൊഫഷണൽ ബോക്സറാണ്. സോ അദ്ദേഹം എത്തിപ്പെട്ടിരിക്കുന്ന സിറ്റുവേഷൻ, അതായത് അവിടെ മൊത്തം ഒരു ഫുഡ് ഷോർട്ടേജ്, അങ്ങനെ ഒരു വലിയ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. എന്നാലും അവരത് സർവൈവ് ചെയ്ത് പിടിച്ചു നിൽക്കുന്നുണ്ട്. അവിടെ ഹോസ്പിറ്റലൊക്കെ ഫംഗ്ഷനിങ് ആണ്. ആ ഒരു ഹോസ്പിറ്റലിലാണ് ഈ ഒരു സോംബി ഔട്ട്ബ്രേക്ക് ഉണ്ടാവുന്നത്. സോ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ ഒരു നായകൻ എങ്ങനെയാണ്, അതായത് ഗേൾ ഫ്രണ്ട് ഒരു ഡോക്ടറാണ്. സോ ആ ഒരു ഡോക്ടറിനെ എങ്ങനെയാണ് രക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു മൂവിയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള സ്റ്റോറി. ഇതുപോലത്തെ മൂവിയിലെ സ്റ്റോറി കൂടുതലും കേന്ദ്രീകരിക്കുന്ന ഈ ഒരു സോംബി ഔട്ട്ബ്രേക്കിനെ കുറിച്ചാണ്. സോ അങ്ങനെ നോക്കിയാൽ പോലും ഒരു ആവറേജ് എക്സ്പീരിയൻസ് മാത്രം നൽകുന്ന ഒരു മൂവിയാണിത്. സോ ആ ഒരു സോംബി, ആ ഒരു ആക്ഷൻ കൊറിയോഗ്രഫി, അങ്ങനെയുള്ള സംഭവങ്ങൾ സിനിമയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. ആ ഒരു ആക്ഷൻ കൊറിയോഗ്രഫിയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ്. സോ അതെല്ലാം നോക്കുവാണെങ്കിൽ കാര്യമായി ടോപ്പിക്സിലോട്ടൊന്നും കവർ ആവുന്നില്ല. പൊളിറ്റിക്സ് സൈഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ റീസണെ കുറിച്ച് കൂടുതലായിട്ടുള്ള സംഭവങ്ങളോ ഒന്നും തന്നെ സിനിമ ഓഫർ ചെയ്യുന്നില്ല. സിനിമ കൂടുതലും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇതുപോലത്തെയുള്ള ഈ ഒരു ആക്ഷൻ കൊറിയോഗ്രഫി, ആ ഒരു സോംബിയുടെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള ഒരു സംഭവം തന്നെയാണ് സിനിമ നമ്മുടെ മുന്നോട്ട് വെക്കുന്നത്. ടൈം പാസ് വാച്ചായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് വർക്കാവുന്ന മൂവി ആയിരിക്കും. അതെല്ലാം നോക്കുവാണെങ്കിൽ കാര്യമായി ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള സിനിമയുടെ വലിയൊരു പ്രശ്നം തന്നെയാണ്.